ന്യൂന്തന്റെ പല സമയത്തും പറയുന്നുണ്ട് നമ്മൾ ഒരുപാട് അടിച്ചമർത്തലുകൾ, ചവിട്ടിത്താഴ്ത്തലുകൾ, കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്ങനെ വിജയിച്ച് നല്ല സാധനം ആയതുകൊണ്ടില്ല. അപ്പൊ ഞാൻ ജയഗണേശ് അതിന്റെ ശേഷമുള്ള ഗണേശ് പൊട്ടിയ പടം അത് കളക്ഷൻ എടുത്തില്ലല്ലോ, മോശമായതുകൊണ്ടായിരുന്നു. ഈ പടം നന്നായിട്ടല്ലേ ചെയ്യണം. ഉണ്ണിമുകുന്ദൻ എന്നുള്ളതല്ല, ഉണ്ണിമുകുന്ദൻ പേഴ്സണലായിട്ട് കുറച്ച് നമ്മളെ ആ രീതികളൊക്കെ പടം നല്ലത്, ആരും കണ്ടാലും നല്ലതെന്ന് പറയണം. അതിനെ തോൽപ്പിക്കാൻ വേണ്ടി പറയാൻ പാടില്ല. അയാളുള്ള സിനിമനോട് കാണിക്കാൻ പാടില്ല. അതിനെ അയാൾ BJP ആണ്, RSS കാരനാണെന്നൊക്കെയുള്ള രീതി പറയണ ആയിരിക്കും ചിലപ്പോൾ. അയാളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഉണ്ണിമുകുന്ദന് സ്വാതന്ത്ര്യമാണെങ്കിലും ഉണ്ണിമുകുന്ദന് രാഘവൻ മമ്മൂട്ടി നമ്മൾ കേൾക്കില്ലേ, അല്ല നമ്മൾ CPM പക്ഷെ അയാൾ ശക്തമായിട്ട് മമ്മൂട്ടി അതിൻ്റെ ഒരു ഇതിലൊന്നല്ലല്ലോ. നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാവും. പക്ഷെ അത് പറഞ്ഞ് നടന്നിട്ട് അവനവൻ്റെ ഭാഗം ഉണ്ട്, സ്പീഡ് പാടില്ല. ഒരു കലാകാരൻ അയാൾക്ക് എല്ലാം ആവാം, ഒരു നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ അംഗീകരിക്കുക, നല്ല പ്രൊഡക്റ്റ് ആയിട്ട് അംഗീകരിക്കുക. പക്ഷെ അതിനൊപ്പം കുറെ ആളുകൾ അയാളൊരു ഉണ്ണിമുകുന്ദനെ ഒരു BJP എന്നുള്ള സ്റ്റൈലിൽ കണ്ടിട്ട് ആ സിനിമനെ മോശമായിട്ടൊക്കെ പറഞ്ഞ കമന്റുകൾ, അതൊക്കെ ബോറ് പരിപാടി. അത് ആരായാലും നശിപ്പിക്കാൻ പാടില്ല. വ്യവസായം നശിപ്പിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ആരും അതിനെ മോശമാക്കി പറയാറില്ല. നല്ല സിനിമനെ നല്ലതെന്ന് തന്നെ പറയണം. അതിലെന്ത് എന്താ കാണാൻ താല്പര്യമുള്ളവർ കണ്ടോട്ടെ, എല്ലാത്തവരും കാണണ്ട. ഒരു വർഗീയത പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പാടില്ല. ഉണ്ണിമുകുന്ദനും അത് ശ്രദ്ധിക്കണം. നിക്ക പറഞ്ഞല്ലോ കോമഡി കാണാനാ പടം ഇഷ്ടമാണ്. ഭയങ്കര വയലൻസ് അത്ര സിനിമയിൽ എന്തോ ഭയങ്കര കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലൊരു സംഭവം. ആ സിനിമ ഇഷ്ടമായിരുന്നോ ഞാൻ കണ്ടു എന്നോ പറഞ്ഞിട്ടില്ല ഞാൻ. ആ സിനിമ പല ആളുകളും നല്ല സിനിമ ആണെന്ന് പറഞ്ഞില്ല. അങ്ങനെ വയലൻസിന് പറഞ്ഞ സിനിമക്ക് പല, ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞെന്നല്ലോ, സിനിമക്ക് പല വരും. അപ്പൊ അയാൾ എന്നെ ഉണ്ണിമുകുന്ദൻ തന്നെ പറഞ്ഞല്ലോ, മറ്റേ ഈ KGF പോലൊരു സിനിമ ചെയ്തൊക്കെ പറഞ്ഞ കുറെ പോസ്റ്ററുകളൊക്കെ കാണാൻ. ആ പടമായിട്ട് എത്തുമോ കിടപിടിക്കുമോ എന്നുള്ളതൊന്നുമല്ല. പക്ഷെ ആ സിനിമയും കാണാൻ ആളുണ്ട്. ഇവിടെ അമ്മനെ തല്ലിയാലും 2 വിഭാഗം ആളുകളുണ്ട്. തല്ലിയാലും ഞാൻ തല്ലി കൊണ്ട് എന്തിനാണ് നിൽക്കുന്നത്. ആളുകൾ പലതും കാണും. ഒന്നും കുഴപ്പമില്ല. ഓരോരുത്തർ സ്വാതന്ത്ര്യമല്ലേ. ഉണ്ണിമുകുന്ദൻ തന്നെ ഒരു മാക്സിമം ഉണ്ണിമുകുന്ദന് ഈ വ്യവസായം നിലനിൽക്കണമെങ്കിൽ ഉണ്ണിമുകുന്ദന് സിനിമയിൽ നിലനിൽക്കുമ്പോഴും ഇപ്പം പണ്ട് ഉണ്ണിമുകുന്ദനെ മല്ലു സിംഗ് വന്നപ്പോൾ അതൊരു വലിയ ഇതന്നെയായിരുന്നു, ഒരു ആരംഭം തന്നെയാണ്. ആരൊക്കെ ഇല്ലാതായി പോകുന്നൊക്കെ അന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. ആരും ഇല്ലാതായില്ല. പിന്നെ ഉണ്ണിമുകുന്ദൻ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇപ്പം ഈ സിനിമ വരുമ്പോഴും മാളികപ്പുറം വന്നപ്പോഴും അതിൻ്റെ ശേഷം വന്ന സിനിമ മാളികപ്പുറം വിജയിച്ച അടുത്ത പടം വിജയിക്കണ്ടേ. അത് ഉണ്ണിമുകുന്ദനോടല്ല, ആ സിനിമന്റെ ഒരു പ്രസന്റേഷനാണ്. ഇൻഡസ്ട്രി ഒരു വിനോദ വ്യവസായം തന്നെയാണ്. പക്ഷെ അതിന് 10-200 ആളുകൾ ജോലി ചെയ്യും. 2 മാസം 10-200 കുടുംബങ്ങൾ ജീവിക്കും. ഈ പ്രൊഡ്യൂസർ അത് ഉണ്ണിമുകുന്ദനായാലും വേറെ ആരായാലും പ്രൊഡ്യൂസർ അടുത്ത പടം എടുക്കും. അപ്പോൾ വീണ്ടും ഇങ്ങനെ 60 ദിവസം. അപ്പോൾ വലിയൊരു സംഹിത, ഒരു ബിസിനസ്, ഒരു വ്യവസായം, ഒരു സംരംഭം നടന്നിങ്ങനെ പോകും. ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം സിനിമയിൽ? അതായത് മമ്മൂക്ക, മോഹൻലാൽ, ആ ഒരു അതൊക്കെ എല്ലാവരും ഒരുപോലെ കൂടുതൽ കുറച്ച് ഇഷ്ടമുള്ള ഇന്നസെന്റിനൊക്കെ ഇതിൽ ആരാണ് ഒരുമ്പെട്ടോ സിനിമയിൽ? ഒരു സാധാരണക്കാരൻ്റെ സിനിമ. പക്ഷെ ആ സിനിമയിൽ കുറച്ച് റഫായിട്ടുള്ള ക്യാരക്ടറുകളായി. ഇന്നോളം ജാഫർ ഇടിക്ക് ചെയ്യാത്തൊരു ക്യാരക്ടർ. ജാഫർക്ക് പലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലൊരു പക്ക ഒരു റൗഡി മാതിരി, അല്ലെങ്കിൽ ഒരു ആക്രി വർക്കാൻ വരുന്നൊരു അങ്ങനത്തെ ഒരു സാധനം. പിന്നെ അതിൽ ഇന്ദ്രൻസേട്ടനും അങ്ങനെ തന്നെ സമാസമം കണ്ടുപിടിക്കുന്ന മാതിരിയുള്ള ഒരു സാധനമാണ്. അങ്ങനെ ഒരു പെട്ടവൻ എന്ന് പറയുന്നതാണ് ഒരു സാധാരണക്കാരൻ്റെ അങ്ങനെ പറയുന്ന പടം. പക്ഷെ നല്ലൊരു സിനിമ ആയിരിക്കും. വളരെ ചെറിയൊരു നല്ല ലാഗ് ചെയ്യാത്തൊരു സിനിമ ആയിരിക്കും. എത്രാമത്തെ സിനിമയാണ് എൻ്റെ എനിക്ക് 2ാമത്തെ സിനിമ. ഞാൻ ഒരു സിനിമ ഒരൊറ്റ സീന് LLB എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തു, ക്യാമറക്ക് മുന്നിൽ നിന്നു മാത്രം. ഇത് പിന്നെ ഒരു കുറച്ച് നേരമുണ്ട്. 2ാമത്തെ സിനിമ എന്ന് പറയാം. ഇത് തിരഞ്ഞെടുക്കാൻ കാരണം ജാഫർക്കായിട്ടുള്ള സൗഹൃദത്തിൽ ജാഫർക്ക് വിളിച്ചതല്ല, ഇങ്ങനെ ഒരു വേഷം വന്ന് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ തമ്മിൽ സ്ഥിരം 25 വർഷമായിട്ട് ജാഫർക്കായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അങ്ങനെ വിളിച്ചിട്ട് ഞാൻ വന്നതാണ്. അപ്രതീക്ഷിതമായി വന്നു കയറിയത്. ഇപ്പോൾ നിസാർക്ക് ഈ സിനിമാ മേഖലയിലേക്ക് എത്തിപ്പെട്ടപ്പോൾ എന്തൊക്കെയാണ് പുതിയ അപ്ഡേഷൻസ്? എന്തൊക്കെയാണ് പുതിയ ചിത്രങ്ങൾ ഇനി വരാനുണ്ടോ? അല്ലെങ്കിൽ ഒരു സിനിമ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, പൊട്ടിച്ചൂട്ട് എന്നുള്ള സിനിമ മുരളി മോഹനേട്ടൻ്റെ ജനുവരി 15 സ്റ്റാർട്ട് ചെയ്യും. അതിൽ പോലീസ് ഓഫീസറായിട്ട് മുദ്രയിലൊരു സിനിമ, അങ്ങനെ 1-2 സിനിമ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യും. ആഗ്രഹം ഉണ്ടോ അഭിനയം ഒരു പാഷനായിട്ട്? ഒരു എന്താ ഒരു ഹാർഡ് കോർ ആഗ്രഹമായിട്ടുണ്ടായിട്ടില്ല. ഞാൻ അഭിനയിക്കുക എന്നുള്ളൂ. ഭയങ്കര ഒരു പാഷനായിട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ എനിക്ക് അഭിനയിക്കാൻ ഉപ്പനോടൊക്കെ പറഞ്ഞ ഒരുപാട് സിനിമകളിലൊക്കെ ചാൻസ് വരും. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഒരു താല്പര്യം ഇങ്ങനെ വന്നപ്പോൾ അങ്ങനെ ചെയ്യാം.
നേരത്തെ അഭിനയം സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു അന്ന് അഭിനയം. അത് പലതും സംഭവിക്കുമ്പോൾ അങ്ങനെ തോന്നണില്ല. അത് കുറച്ചും കൂടി നേരത്തെ അഭിനയിച്ചാൽ 10 മുന്നേ അഭിനയിച്ചാൽ 10 മുന്നേ അതിൻ്റെ ഗുണമുണ്ടാകുമെന്ന് പറയാം. അത്ര പടം എല്ലാ സിനിമയും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, പിന്നെ കുറേ കാണാത്ത സിനിമകളുണ്ട്. അതൊക്കെ ഈ അടുത്തൊന്നും വന്ന കുറേ സിനിമകളൊന്നും കണ്ടിട്ടില്ല. കുരുതിയൊക്കെ കണ്ട ലാസ്റ്റ്. സിനിമകൾ മാക്സിമം കാണും. വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും ഇപ്പൻ്റെ സിനിമ ഉണ്ടെങ്കിലേ തിയേറ്ററിൽ പോക്കുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ഹിറ്റായ പടങ്ങൾ ദിലീപിൻ്റെ പടമൊക്കെയാണ് പോയി കാണും. അല്ലെങ്കിൽ ഉപ്പൻ്റെ പടം വരുമ്പോൾ അമ്മയും കുട്ടികളൊക്കെ പോയി കാണാം വീട്ടിൽ നിന്ന് എല്ലാവരും.